അബ്ദുൾ സമദ് പൂക്കോട്ടൂർ നമുക്കൊപ്പമുണ്ട്. ശ്രീ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ, ഈ വിഷയത്തിൽ ഇപ്പോൾ സമസ്തയുടെ ഒരു ഔദ്യോഗിക നിലപാടായി ഇത് വഖഫ് ഭൂമിയാണ് എന്ന നിലപാട് രൂപപ്പെടുകയാണോ? ഇത് ലീഗിന്റെ നിലപാടുകൾക്കൊക്കെ വിരുദ്ധമാണ്. ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാവുകയല്ലേ? ഈ വിഷയവുമായി സമസ്തയുടെ നിലപാട്, ലീഗിന്റെ നിലപാട് എന്ന് പറഞ്ഞ് വ്യത്യസ്തമായ പല നിലപാടുകൾ ഈ കാര്യത്തിൽ ആർക്കും ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല, സാധുതയുമില്ല. കാരണം ആ വഖഫ് ബോർഡിന്റെ തീരുമാനം, അതല്ലെങ്കിൽ സർക്കാരിന്റെ തീരുമാനം, അതല്ലെങ്കിൽ കോടതിയുടെ തീരുമാനം എന്നിവയെല്ലാം പരിഗണിച്ചുകൊണ്ട് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ഞാൻ വ്യക്തമായി പറയട്ടെ, സമയം അനുവദിച്ചാൽ ഇതിന്റെ വഖഫ് ഡീഡ് അഥവാ ആധാരം നോക്കിയാൽ കാണാൻ കഴിയും അത് വഖഫാണ് എന്ന് അതിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോളേജിന്റെ ആവശ്യത്തിന് നമ്മൾ ഫറൂഖ് കോളേജ് എന്ന് പറയുമ്പോൾ ഫറൂഖ് കോളേജിൽ റൗലത്തുൽ ഉലൂം അറബി കോളേജ് എന്ന് പറയുന്ന ഒരു മതപരമായ പഠനം നടത്തുന്ന സ്ഥാപനവും കൂടി ഉള്ളതുകൊണ്ട് മതപരമായ ലക്ഷ്യത്തിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ടതാണ് എന്ന് ഡീഡിൽ പറയുന്നുണ്ട്. ഒരു കാര്യം. രണ്ട്, അങ്ങനെയുള്ളൊരു വഖഫ് സ്വത്ത് കോളേജ് കമ്മിറ്റി ഒരിക്കലും വിൽക്കാൻ പാടില്ല. വിറ്റത് തെറ്റാണ്. വിൽക്കുമ്പോൾ സ്വാഭാവികമായും അത് വോയിഡ ബിനിഷോ എന്ന് പറയുന്ന രീതിയിൽ വിറ്റതും തെറ്റാണ്, വാങ്ങുന്നവർ അവെയറായില്ല, അവർ ബിവെയറായില്ല എന്നതും തെറ്റാണ്. അതുകൊണ്ട് തന്നെ വഖഫ് ഭൂമി വിൽക്കാൻ പാടില്ല എന്നതാണ് പ്രധാനം. മൂന്ന്, ഇത് നിസാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് വഖഫ് ഭൂമിയാണെന്ന് കണ്ടെത്തിയത്. അതിന് കമ്മീഷനെ നിയമിച്ചത് VS ഗവൺമെന്റ് ആണ്. അതിനുശേഷം 2009 നിയമസഭയിൽ ചർച്ച ചെയ്ത് 2010 അത് ഗവൺമെന്റ് അംഗീകരിച്ച് വഖഫ് ബോർഡിനോട് നിയമ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങളുടെ മകൻ റഷീദ് അലി ശിഹാബ് തങ്ങൾ ബോർഡ് ചെയർമാനായിരിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം പിന്നീട് TK ഹംസ ചെയർമാനായിരിക്കുമ്പോഴാണ് നോട്ടീസ് കൊടുത്തത് കക്ഷികൾക്ക്. അവിടെ കയ്യേറ്റം നടന്നിട്ടുണ്ട്, കുടികിടപ്പുകാരുണ്ട്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ പ്രശ്നം തീർക്കണം. അതിന് ഇനി അവിടെ താമസിക്കുന്ന ആളുകൾ അഥവാ വില കൊടുത്തു വാങ്ങിയ ആളുകൾക്ക് നികുതി അടക്കാൻ കഴിയാത്തത് ഇത് നിസാർ കമ്മീഷന്റെ ഫൈൻഡിങ്ങിന്റെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് തീരുമാനിച്ചത് പ്രകാരം വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്തത് കൊണ്ടാണ്. അതനുസരിച്ച് നികുതി അടക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആളുകൾക്ക് പരിഹാരം കാണണം. അവർ വഞ്ചിക്കപ്പെട്ടതാണ്, അവരെ കുടിയിറക്കണമെന്ന് പറയാൻ പറ്റില്ല. അതേസമയത്ത് വഖഫ് ഭൂമി അല്ലെന്നും പറയാൻ പറ്റില്ല. ഗവൺമെന്റ് ഇതിലൊരു തീരുമാനം എടുക്കേണ്ടതാണ്. സമസ്ത ഇതിൽ പ്രത്യേകമായ തീരുമാനങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ലേഖനങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ അഭിപ്രായങ്ങളോ അല്ല. സമസ്തയുടെ അഭിപ്രായം സമസ്ത പറയും. അതേസമയത്ത് കൃത്യമായ ചില വിലയിരുത്തുകൾ ആൾക്ക് നടത്താവുന്നതാണ്. ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്, ലേഖനങ്ങളിൽ വന്നിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങളൊക്കെ ഇങ്ങനെ ഉയർത്തുന്ന രാഷ്ട്രീയ പ്രസ്താവനയിൽ ഉയർത്തുന്ന രാഷ്ട്രീയ സമ്മർദ്ദം ഈ വിഷയത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകില്ലേ? സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അത് വെല്ലുവിളിയായി മാറില്ലേ? അത് തിരിച്ചറിയുന്നില്ലേ? ഒരിക്കലുമില്ല. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജയരാജൻ എന്ന് പറയുന്ന CPM നേതാവ് തന്നെ തന്റെ പുസ്തകത്തിൽ പറയുന്നു ഇത് വഖഫ് ഭൂമിയാണ്. അദ്ദേഹം അത് പറയുന്നത് ഇതിന്റെ ഡീഡ് നോക്കിക്കൊണ്ടാണ്. കോടതി പറയുന്നതും അങ്ങനെയാണ്, ഞങ്ങളും പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ വഞ്ചിക്കപ്പെട്ട ജയദാനം ഭൂമി വില കൊടുത്ത് വാങ്ങിയ ആളുകൾ അവിടെയുണ്ട്. അവരെ തെരുവിലിറക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഗവൺമെന്റ് പലതരത്തിൽ പരിഹാരം കാണാം. അതില് ഇപ്പൊ സ്വാഭാവികമായും ഇത്തരം പരിഹാരം കാണുമ്പോൾ ഇസ്ലാമികമായ അല്ലെങ്കിലും ഇപ്പൊ നാഷണൽ ഹൈവേ നിങ്ങൾക്കറിയാം, നാഷണൽ ഹൈവേ വികസനത്തിന് വേണ്ടി ഒരുപാട് പള്ളികളും അതുപോലെ മദ്രസകളും അതുപോലെ തന്നെ ചർച്ചുകളും അമ്പലങ്ങളും ഉള്ള സ്ഥലങ്ങളൊക്കെ ഇട്ടുപോയിട്ടുണ്ട്. കോമ്പൻസേഷൻ കൊടുത്തിട്ടുമുണ്ട്. ഇസ്ലാമികമായി അങ്ങനെ വഖഫ് ഭൂമി എടുക്കാൻ പറ്റില്ല. പക്ഷേ അക്വിസിഷൻ നടപടി പ്രകാരം ഗവൺമെന്റ് മുന്നോട്ട് വരുമ്പോഴും അതേതര രാജ്യത്ത് തടയാനും പറ്റില്ല. ആ രീതിയിൽ ഗവൺമെന്റ് അക്വയർ ചെയ്ത് മതിയായ നഷ്ടപരിഹാരം കോളേജ് കമ്മിറ്റിക്ക് കൊടുത്ത് ഇവർക്ക് വീട് വെക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷേ അത് വഖഫ് ഭൂമിയിൽ ഇസ്ലാമികമായി പറ്റില്ലെങ്കിലും ഗവൺമെന്റ് നടപടിക്രമം എന്താണോ വരുന്നത് അത് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ കോടതിയിൽ ഇതിന് പരിഹാരം കാണേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും പരിഹാരം കാണുകയല്ലാതെ ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. എന്നാൽ വില കൊടുത്ത് വാങ്ങി അവിടെ താമസിക്കുന്ന ആളുകളെ പുറത്താക്കണമെന്ന് പറയാനും പാടില്ല. അതേസമയത്ത് മാഫിയകൾ കയ്യേറിയിട്ടുണ്ടെങ്കിൽ, റിസോർട്ട് ഉടമകൾ കയ്യേറിയിട്ടുണ്ടെങ്കിൽ അവരെ മാറ്റുകയും ആ വഖഫ് സ്വത്ത് സംരക്ഷിക്കുകയും വേണം. എന്തായാലും താങ്കളുടെ അഭിപ്രായം അതാണ്. എന്തായാലും സങ്കീർണമാവുകയാണ് മുനമ്പം സമര വിഷയവും ഒപ്പം വഖഫ് വിഷയവും. കാരണം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത് ഉയർന്നു വരുമ്പോൾ പ്രതികരിക്കാൻ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും മടിയുണ്ട്, വെല്ലുവിളിയുണ്ട്. എന്തായാലും സമസ്ത വഖഫ് ഭൂമി തന്നെ എന്ന നിലപാട് ആവർത്തിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രശ്ന പരിഹാരം എങ്ങനെ എന്നതാണ് ചോദ്യം. വഖഫിൽ മുനമ്പത്തെ ഭൂമിക്ക് പകരം മറ്റൊരു ഭൂമി എന്നത് അവിടുത്തുകാരുടെ വാദമല്ല, അതവർ അംഗീകരിക്കുകയുമില്ല. അവരുടെ റവന്യൂ അവകാശങ്ങൾ സംരക്ഷിക്കണം, തങ്ങൾക്ക് അവിടെ താമസിക്കണം, ഇത് തന്നെയാണ് അവരുടെ നിലപാട്. മറിച്ച് സമസ്തയൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ പകരം മറ്റൊരു ഭൂമി ഈ ഫറൂഖ് കോളേജിന് അനുവദിച്ചു കൊടുത്താൽ അതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ വിവാദങ്ങളും വിമർശനങ്ങളും ചെറുതല്ല താനും. പരിഹാരം നീളുകയാണ്, മുനമ്പം പ്രതിസന്ധി തുടരുന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.